Good morning. The topic we are discussing about is general principles of isolation of elements. In the previous class, we discussed about different metallurgical processes that are concentration, calcination and roasting, smelting, specialized process, refining or purification, and under each category there are several subcategories. And in the previous class we discussed about different concentration methods for the concentration of ores. Okay, now today in this session we will discuss about calcination and roasting process, and after that we will discuss about different smelting procedures. This calcination and roasting involves oxidation of the concentrated ores into corresponding oxides. While in the smelting process, what we are doing is the reduction of the oxides obtained after calcination or roasting into corresponding metals. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കോൺസെൻട്രേഷൻ ഓഫ് ഓർ ആയിരുന്നു. ഒരു ഓറ് നമ്മൾ കുഴിച്ചെടുത്തു, അതിനെ നമ്മൾ ക്രഷിങ് ആൻഡ് പൾവറൈസേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തു. കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതിന് ഉദ്ദേശം എന്താ, അതിന്റെ എമൗണ്ട് ഓഫ് ഓർ പാർട്ടിക്കിൾസിനെ കൂട്ടിയെടുത്തു. ഓക്കെ, ദെൻ അതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മൾ ആ കോൺസെൻട്രേറ്റഡ്, അപ്പൊ അതിനകത്ത് മെറ്റൽ പാർട്ടിക്കിൾസ് കൂടുതലായിട്ടിരിക്കും. ഓക്കെ, അതിനെ നമ്മൾ ഇനി അടുത്ത സ്റ്റേജിൽ കോൺസെൻട്രേഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് ഫേസ് ആണ് എന്താ, കാൽസിനേഷൻ അല്ലെങ്കിൽ റോസ്റ്റിംഗ് പ്രോസസ്. രണ്ട് ഡിഫറെന്റ് പ്രോസസ് ആണ് കാൽസിനേഷൻ. ഒന്നുകിൽ നമ്മൾ കാൽസിനേഷന് വിധേയമാക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, we will subject them into roasting procedure. And both these calcination and roasting are oxidation process. Okay, ഇനി നോക്കാം, ആ കാൽസൈൻഡ് ഓറിനെ പിന്നെന്ത് ചെയ്യും നമ്മൾ, അതായത് അപ്പൊ കറസ്പോണ്ടിങ് ഓക്സൈഡ് ആയിട്ട് മാറി. ആ ഓക്സൈഡിനെ നമ്മൾ എന്ത് ചെയ്യണം, റിഡ്യൂസ് ചെയ്യണം, റിഡ്യൂസ്ഡ് ടു മെറ്റൽ. ഓക്കെ, അപ്പം കോൺസെൻട്രേഷൻ, നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ ഓക്സിഡേഷൻ പ്രോസസ് ആണ്. ഓക്സിഡേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്താ വരുന്നത്, സ്മെൽറ്റിംഗ് ഓർ റിഡക്ഷൻ പ്രോസസ് ആണ് വരുന്നത്. അപ്പം നമ്മൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കാൽസിനേഷൻ ആൻഡ് റോസ്റ്റിംഗ് ആൻഡ് സ്മെൽറ്റിംഗ്. ഓക്കെ, നൗ ലെറ്റ്സ് ബിഗിൻ വിത്ത് calcination. Okay, calcination is the process in which the ore is heated in a limited supply of air to expel volatile impurities, organic matter, moisture present in the ore. ഓക്കെ, അപ്പൊ കാൽസിനേഷൻ എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ഫ്രേസ് ഇതാണ്, ഹീറ്റിംഗ് ഇൻ ദ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ. ഓക്കെ, ഹീറ്റിംഗ് ഇൻ ദ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഹീറ്റിംഗ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, അപ്പം നമ്മൾ ഈ കോൺസെൻട്രേറ്റഡ് ഓർ എടുത്തു, അതിനെ എന്ത് ചെയ്യുക, ഹീറ്റ് ചെയ്യുക. എത്ര ടെമ്പറേച്ചർ വരെ ഹീറ്റ് ചെയ്യാം, ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. ഇപ്പം 2400 ഡിഗ്രി സെൽഷ്യസ് ആണ് ഒരെണ്ണത്തിന്റെ മെൽറ്റിംഗ് പോയിന്റ് എങ്കിൽ അതിന് തൊട്ട് താഴെ വരെ നമുക്ക് എന്ത് ചെയ്യാം, ഹീറ്റ് ചെയ്യാം. ഓക്കെ, ഹീറ്റ് ചെയ്തിട്ട് എന്താ അവിടെ നടക്കുന്ന പ്രോസസ് എന്താണ്, we are converting them into corresponding oxides, and along with that what will happen, it will expel the volatile impurities. volatile എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് തന്നെയാണ്, ലോ വോളറ്റൈൽ ആയിട്ടുള്ള സബ്സ്റ്റൻസസ്, ഹൈലി വോളറ്റൈൽ സബ്സ്റ്റൻസസ് എന്ത് ചെയ്യുന്നു, വേപ്പർ ഫേസിലേറ്റ് ചെയ്ത് അതങ്ങ് എസ്കേപ്പ് ചെയ്ത് പോവും. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിൽ അത് പോവും, ഓർഗാനിക് മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതങ്ങ് എക്സ്പെൽ ചെയ്തു പോവും, അതുപോലെ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടെങ്കിൽ അതെല്ലാം എക്സ്പെൽ ചെയ്തു പോകും. അപ്പൊ നമുക്ക് കറസ്പോണ്ടിങ് ഓക്സൈഡ് ആയിട്ടായിരിക്കും നമ്മളുടെ സാമ്പിൾ കിട്ടുന്നത്. ഓക്കെ, ആൻഡ് കാൽസിനേഷൻ ഈസ് ഓൾസോ ഡൺ ടു റിമൂവ് വാട്ടർ ഫ്രം ഹൈഡ്രേറ്റഡ് ഓക്സൈഡ്. ചിലതെല്ലാം ബോക്സൈറ്റ് ഒക്കെ ഹൈഡ്രേറ്റഡ് ഓർസ് ആയിട്ടാണ് കാണുന്നത്. ഹൈഡ്രേറ്റഡ് ഓർസിൽ നിന്ന് വാട്ടർ എക്സ്പെൽ ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം കാർബണേറ്റ്. ഓക്കെ, നോക്കുക ഇവിടെ ഹിയർ കാൽസ്യം കാർബണേറ്റ് അല്ലെങ്കിൽ ലൈംസ്റ്റോൺ എടുക്കുക, നമ്മൾ അതിനെ കാൽസിനേഷന് വിധേയമാക്കുക. കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്,
heating in the limited supply of air or heating in the absence of air. രണ്ടിനും നമുക്ക് calcination എന്ന് പറയാം. അപ്പം നമ്മൾ calcination വിധേയമാക്കുമ്പം what will happen? This carbon dioxide, കാർബണേറ്റിനകത്തുള്ള ഒരു കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾ എന്ത് ചെയ്തു പോവും? എക്സ്പെൽ ചെയ്തു പോവും. കാൽഷ്യം കാർബണേറ്റ് എന്തായി മാറും? കാൽഷ്യം ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. Okay, here what will happen? Calcium carbonate on calcination gives calcium oxide plus carbon dioxide. Similarly, this is bauxite, which is an ore of aluminium. Okay, this exists in the form of hydrated alumina ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബോക്സൈറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. This bauxite on calcination, what will happen? This hydrated part, that is water molecule, will get expelled. Okay, and we will get Al2O3, that is alumina. What is this? CuCO3, CuOH twice. This is malachite. Malachite is the ore of copper. Okay, this on calcination എന്താ സംഭവിക്കുന്നത് നോക്കിക്കേ? കോപ്പർ എന്തായി മാറുന്നു? കുപ്രിക് ഓക്സൈഡ് ആയിട്ട് മാറുന്നു വിത്ത് ദ എലിമിനേഷൻ ഓഫ് വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ഇതെല്ലാം എന്താണ്? മോയ്സ്ചർ ഒക്കെ എന്ത് ചെയ്തു? കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം ഗേഷ്യസ് ഫോമിലായതുകൊണ്ട് ഇറ്റ് വിൽ എക്സ്പെൽഡ് ഓഫ്. സിമിലർലി ദിസ് അയൺ ഓക്സൈഡ്. ഓക്കെ, അയൺ ഓക്സൈഡിന് എന്ത് സംഭവിക്കുന്നു? അയൺ ഓക്സൈഡ് ആണെങ്കിൽ അത് വാട്ടർ മോളിക്യൂൾ എക്സ്പെൽ ചെയ്ത് Fe2O3 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് കാൽസിനേഷൻ. അപ്പം എന്താണ് കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ഹീറ്റിംഗ് ഇൻ ദ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ ടു എക്സ്പെൽ organic matter, volatile impurities and moisture present in the ore below its melting point. Okay, ഇനി ഇതുപോലെ തന്നെ അടുത്തൊരു പ്രോസസ്സാണ് റോസ്റ്റിംഗ്. റോസ്റ്റിംഗിന്റെ പ്രത്യേകത, കാൽസിനേഷൻ റോസ്റ്റിംഗും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്, റോസ്റ്റിംഗ് ഈസ് ഡൺ in by heating the ore in good supply of air. ഇപ്പൊ എന്താ ഇവിടെ വേണ്ടത്? പ്രസൻസ് ഓഫ് എയറിൽ ഹീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എന്ത് പറയുന്നു? റോസ്റ്റിംഗ് എന്ന് പറയുന്നു. പ്രസൻസ് ഓഫ് ഗുഡ് സപ്ലൈ ഓഫ് എയർ, ദാറ്റ് ഈസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ, അവിടെയുള്ള ഹീറ്റിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് കാൽസിനേഷനകത്ത് നമ്മൾ എയറിന്റെ പ്രസൻസ് ആവശ്യമില്ല. അതിനകത്തുള്ള വാട്ടർ വേപ്പറിനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും ഒക്കെ നമ്മൾ എക്സ്പെൽ ചെയ്ത് കളയാണ് കാൽസിനേഷനകത്ത് ചെയ്യുന്നത്. നേരെ മറിച്ച് റോസ്റ്റിംഗിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹിയർ heating the ore in the presence of in the good supply of air so as to oxidize the ore below its melting point. Okay, this method is largely applied to sulfide ores, either alone or with the addition of some other materials. Now let's see the examples. Here also volatile impurities. Impurities present ചെയ്തിരിക്കുന്നത് ഇതിന്റെ കൂട്ടത്തിൽ, ഓറിന്റെ കൂട്ടത്തിൽ ഇംപ്യൂരിറ്റീസും കാണാം. അപ്പം ഈ ഇംപ്യൂരിറ്റീസ്, വോളറ്റൈൽ ഇംപ്യൂരിറ്റീസ്, അതുപോലെ തന്നെ ഓർഗാനിക് മെറ്റീരിയൽസ് ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ അങ്ങ് എന്ത് ചെയ്തു? ചൂടാക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ അങ്ങ് പോകും. വോളറ്റൈൽ ഇംപ്യൂരിറ്റീസ് സാധാരണ കാണുന്നത് സൾഫർ, ആർസനിക്, ഫോസ്ഫറസ് ഇവയൊക്കെയാണ്. Okay, what will the reactions are as follows. Zinc sulfide. Okay, zinc sulfide-നെ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഈ റോസ്റ്റിംഗ് കൂടുതൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഈ സൾഫൈഡ് ഓർസിനാണ്. ഈ ഒരു ഇത് ഉപയോഗിക്കുന്നത്. Zinc sulfide on oxidation or roasting in the presence of oxygen. കണ്ടോ, ഇവിടെ ഒരു +3O2 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാൽസിനേഷനകത്ത് അത് വന്നിട്ടില്ല. കണ്ടോ, അപ്പൊ ഓക്സിജന്റെ പ്രസൻസിൽ നമ്മൾ ഹീറ്റ് ചെയ്യാണ്. ഓക്കെ, what will happen? The zinc sulfide will convert into zinc oxide and sulfur dioxide, and sulfur dioxide എന്ത് സംഭവിക്കും? എക്സ്പെൽ ചെയ്ത് പോകും. അതുകൊണ്ട് തന്നെ lead sulfide on oxidation or on roasting, it will convert it into lead sulfide this is lead oxide plus 2SO2. ഇവിടെ ഒരു correction ഉണ്ട്. This is
നമുക്ക് അവിടെ സൾഫർ അല്ല അവിടെ കൊടുക്കേണ്ടത്, ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് ഓക്സിജൻ ആണ് നമുക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, ദെൻ അടുത്തത് കോപ്പർ Cu2S, കോപ്പർ സൾഫൈഡിൻ്റെത്. ഇതുപോലെ തന്നെ എന്താ സംഭവിക്കുന്നത്? ഓൺ ഓക്സിഡേഷൻ ഗിവ്സ് 2Cu2O plus 2SO2. Sometimes during roasting oxidation of sulfide takes place only up to sulfate. ചില കേസസിൽ അങ്ങനെയും വരുന്നുണ്ട്. ഇനി ഈ കാൽസിനേഷനും റോസ്റ്റിംഗ് പ്രൊസീജിയേഴ്സും സാധാരണ നടത്തുന്നത് 2 ടൈപ്പിലുള്ള ഫർണസസിലാണ്. ഒന്നെങ്കിൽ നമുക്ക് റിവർബറേറ്ററി ഫർണസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്താണ് ബ്ലാസ്റ്റ് ഫർണസ് ഉപയോഗിക്കാം. ഓക്കെ, കാൽസിനേഷനും റോസ്റ്റിങ്ങും നമുക്ക് 2 ടൈപ്പ് ഓഫ് ഫർണസസ് യൂസ് ചെയ്യാം. റിവർബറേറ്ററി ഫർണസിന്റെ പിക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ബ്ലാസ്റ്റ് ഫർണസ് ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ എന്ത് കണ്ടോ? ഫയർ ഗ്രേറ്റ് റിവർബറേറ്ററി ഫർണസിന്റെ ഇതാണ്, ഇത് ബ്രിക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ നമ്മൾ നമ്മുടെ ഓർ പാർട്ടിക്കിൾ, കോൺസെൻട്രേറ്റഡ് ഓറിനെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ ഇതിനെ ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ഈ ഹീറ്റഡ് എയർ ഇതിലേക്ക് കൂടെ കടന്നു പോകുമ്പോൾ എന്താ ഈ ചാർജ് ഹീറ്റഡ് ആവും, ഇല്ലേ? മെൽറ്റ് ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് എന്താ വോളറ്റൈൽ ആയിട്ടുള്ള സാധനങ്ങൾ ഈ വഴി എക്സ്പെൽ ചെയ്ത് പോകും. ബാക്കിയുള്ളത് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ബാക്കിയുള്ളത് ഇവിടെ ഇങ്ങനെ കളക്ട് ചെയ്ത് വരും. ഓക്കെ, റോസ്റ്റിംഗ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ either a reverberatory furnace or in a blast furnace. In a reverberatory furnace, the charge is placed on the hearth. And this is known as hearth. ഇതിനെയാണ് hearth എന്ന് പറയുന്നത്. And heated by flames deflected from its roof. The reverberatory furnace is used in roasting the ores of copper, tin and lead, etc. അപ്പോൾ കോപ്പർ, ടിൻ, ലെഡ് തുടങ്ങിയ മെറ്റൽസിന്റെ ഓക്സൈഡ്സിന്റെ അല്ലെങ്കിൽ തുടങ്ങിയവയുടെ ഓർസിന്റെ റോസ്റ്റിംഗ് പ്രോസസ്സിലാണ് നമ്മൾ റിവർബറേറ്ററി ഫർണസ് യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് ഈ ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ലോങ് വെർട്ടിക്കൽ ഫർണസ് made of steel plates lined inside with a fire clay bricks. It is provided with a hole for removing slag. കണ്ടോ, ഇവിടെ ഒരു സ്ലാഗ് റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്. ആൻഡ് slag and tapping hole for taking out the metal. അപ്പൊ ഇതിന്റെ സ്ലാഗ് റിമൂവ് ചെയ്യാൻ മോൾ ഭാഗത്തായിട്ടാണ് സ്ലാഗ് വരുന്നത്. അതിനെ റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് കാണും. മോൾട്ടൺ മെറ്റല് ഇവിടെ റിമൂവ് ചെയ്ത് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് ബ്ലാസ്റ്റ് ഫർണസ്. നമ്മൾ അയണിന്റെ ഒക്കെ എക്സ്ട്രാക്ഷനകത്ത് നമ്മൾ ഇത് പഠിക്കുന്നതാണ്. ബ്ലാസ്റ്റ് ഫർണസ് സ്കൂളിൽ തൊട്ടേ പഠിക്കുന്ന കാര്യമാണിത്. ബ്ലാസ്റ്റ് ഫർണസിന്റെ ഫങ്ഷനിങ് അത് ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സ് ആണ്, ഓരോ സൈഡിലും വരുന്ന ഓരോ ടെമ്പറേച്ചേഴ്സ് വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ 2 പ്രോസസ്സാണ് അല്ലെങ്കിൽ ഈ 2 ഫർണസസ് ആണ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? നമ്മൾ ഈ റോസ്റ്റിംഗ് അല്ലെങ്കിൽ കാൽസിനേഷൻ മെത്തേഡ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്മെൽറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. അതായത് ഹിയർ ദ ഓക്സൈഡ് ഓർസ് ആർ കൺവേർട്ടഡ് ഇൻ ടു ദെയർ മെറ്റൽസ്, കറസ്പോണ്ടിങ് മെറ്റൽസ് ബൈ റിഡക്ഷൻ പ്രോസസ്. ഓക്കെ, അത് നമുക്ക് അടുത്ത ഒരു സ്ലൈഡ് ഷോയിലൂടെ നമുക്കത് മനസ്സിലാക്കാം.